ഭണ്ഡാരം വരുന്നതിന് മുന്നോടിയായിട്ടൊന്ന് കൊട്ടിയൂരിൽ പോയിട്ട് വരാം എന്ന് കരുതിയിട്ടാണ് പോയിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഭണ്ഡാരം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പ് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഇവിടെ എത്തും. അപ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ജനങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഓടപ്പവും കാര്യങ്ങളും പിന്നെ കച്ചവടക്കാരൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചാകരയാണ്. നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിൽക്കുന്നത് ഓടപ്പൂ തന്നെയാണ്. കാരണം അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓടപ്പൂ വാങ്ങിക്കണം എന്നുള്ള നിർബന്ധവുമാണ്. എല്ലാവരും ആ ഓടപ്പൂ കൊണ്ടുപോവുകയും അത് നേരെ വീട്ടിലോ അല്ലെങ്കിൽ വാഹനത്തിലൊക്കെ തൂക്കുന്നതൊക്കെ പതിവുള്ള കാഴ്ച തന്നെയാണ്. പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ഭയങ്കര ഉത്സാഹത്തിൽ തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഉറക്കില്ലാത്ത ദിനങ്ങൾ തന്നെയാണ്. ഒരു വർഷമായുള്ള അവരുടെ കാത്തിരിപ്പ്. അതായത് ഈ ഒരു ഉത്സവകാലം, ഉത്സവം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെയല്ല. ഒരുപാട് ആൾക്കാർ അന്യ ദേശത്ത് നിന്ന് പോലും ഒരുപാട് ആൾക്കാർ ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമായി കൊട്ടിയൂർ മാറിയിരിക്കുകയാണ്. ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ രാത്രിയൊക്കെ വേണമെങ്കിൽ സർവീസൊക്കെ ഉണ്ടാവും. സ്പെഷ്യൽ സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ബസ്സുകൾ തന്നെയാണ്. പിന്നെ കൊട്ടിയൂരിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭണ്ഡാരം എഴുന്നള്ളത്തി പൊത്തുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചില ജോലികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും തിരക്കിട്ട ജോലിയിൽ തന്നെയാണ്. കാരണം അവർക്ക് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട്, അതായത് തങ്ങളുടെ ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന, ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരായാലും എല്ലാവരായാലും തങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്ന ആൾക്കാർക്ക്, ഭക്തജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകരുത്, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള തരത്തിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജോലി വൃത്തിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനുള്ള ഉദ്യോഗസ്ഥരും പോലീസുകാരും എല്ലാവരും ഉണ്ട്. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും. അപ്പോൾ ഇതാണ് കൊട്ടിയൂരിൻ്റെ കവാടം. ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. ഞാൻ ഇപ്പോഴും പോകുന്നത് അക്കരെ കൊട്ടിയൂരിലേക്കാണ്. കാരണം ഞാൻ 2 ദിവസം മുമ്പ് ഇക്കരെ കൊട്ടിയൂരിൽ വന്നിരുന്നു. അന്ന് അക്കരെ കൊട്ടിയൂരിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ അങ്ങോട്ട് ആരെയും അടുപ്പിക്കുന്നില്ല. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നുണ്ട്. അവിടെയും ഇപ്പോഴും ജോലികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഏതായാലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ എനിക്ക് അതിൽ തീരെ യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരുക്കങ്ങളൊക്കെ ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ, അതായത് ഒരുക്കങ്ങൾ വേണം. ഈ ദക്ഷൻ്റെ യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഒരുക്കങ്ങൾ വേണം. പക്ഷേ ഇപ്പോഴും, അതായത് ഈ ഭക്തജനങ്ങൾ വരുമ്പോഴും ഇതുപോലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം കുറച്ചുകൂടി മുന്നേ തന്നെ ഇതൊക്കെ നോക്കേണ്ടതായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവരുടെ ചെറിയ പരാജയങ്ങൾ തന്നെയാണ്. അതായത് ഇത്രയും ഭക്തജനങ്ങളും ആൾക്കാരൊക്കെ വരുമ്പോഴേ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേ അത് ഒരു വലിയൊരു ഫാൾട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓടപ്പൂവിൻ്റെ അതാണ്ട് ആ ഷോപ്പ് കണ്ട, ഈ ഷോപ്പാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഈ ഓടപ്പൂവിൻ്റെ ഷോപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് തന്നെയാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയോട് കൂടിയിട്ട്, അതായത് ഓടപ്പൂ ഉണ്ടാക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, മുളയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആ ഓടപ്പൂവിന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവികതയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വലുതും ചെറുതുമായ നിരവധി ഓടപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും ദിവസങ്ങളിലാണ് ഇവരുടെ ആ ഒരു പൊടിച്ച കച്ചവടം നടക്കുന്നത്. പിന്നെ ഹോട്ടലുകളുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുര പലഹാരങ്ങളുള്ള സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ അക്കരെ കൊട്ടിയൂരിൽ പോകുന്ന ഒരു പാലത്തിൻ്റെ വഴിയാണിത്. ഇതുവഴിയും ഒരുപാട് ഭക്തജനങ്ങൾ ഇതുവഴി പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, വേറെയും പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു സൈഡിലൂടെ ആൾക്കാരെ കയറ്റി വിട്ട് മറു സൈഡിലൂടെ ഇറക്കുന്ന ആ ഒരു ഇതായിരിക്കാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത്ഭുതപൂർണമായിട്ടുള്ള തിരക്ക് തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഈ ഒരു പാലം ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പാലം തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ ഇറങ്ങി കിടക്കണമെന്ന് ഒരാൾ പറഞ്ഞു. നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇപ്പം ഞാൻ കാണിച്ചൊരു ബോർഡില്ലേ, ആ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവട സ്ഥാപനങ്ങൾ ആർക്കെങ്കിലും സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ള തരത്തിലാണ്. ഏതായാലും നമ്മൾ നേരെ അങ്ങനെ പോകുമ്പോഴാണ് അവിടെ അത് ക്ലോസ് ചെയ്തത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇരുട്ടിലേക്ക് ഇറങ്ങണം. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന ആൾക്കാരാണ്, ഭക്തജനങ്ങളാണ്. ചില ആൾക്കാർ പോയിട്ട് വരുന്നുണ്ട്. അവരാണ് നമ്മളോട് പറഞ്ഞത് അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. പക്ഷെ വേറൊരു പാലം തുറന്നിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഏതായാലും ഇരുട്ടിൽ നമ്മൾ വെളിച്ചമൊക്കെ തെളിച്ച് മെല്ലെ അതിൻ്റെ ഇടയ്ക്ക് കൂടി അങ്ങ് ഇറങ്ങുകയാണ്. കാരണം ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ പുഴ കടന്നിട്ട് വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്താലൊന്നും ഇതൊന്നും നടക്കില്ല. മഴ പെയ്താൽ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. ഇതൊരു ഇരുട്ട് പ്രദേശമായി പോയി, കാരണം വെളിച്ചമില്ല.
ഇതിപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ ഒരു ടോർച്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അങ്ങനെ അങ്ങ് പോകുന്നത്. ചിറയിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ തോതിൽ. കാരണം തടയണയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം വെള്ളമില്ലാത്തത്. പക്ഷേ വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മഴയാണ് ശരിക്കും ഉത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങെന്നുണ്ട്. എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. ആ മഴ നനഞ്ഞുകൊണ്ടാണ് എല്ലാവരും ദർശനത്തിനും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. അത് തന്നെയാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൂടെ പാലമുണ്ട്, അപ്പോൾ അപ്പുറത്തും പാലമുണ്ട്. അങ്ങനെ കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി നല്ല സൗകര്യങ്ങളാക്കുന്നുണ്ട് ഇവർ. അതായത് കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ ആൾക്കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിക്കിലും തിരക്കിലും പെട്ട്, അതായത് ഒരു ഇഞ്ച് പോലും അങ്ങോട്ട് നീങ്ങത്തില്ല. അതുപോലെയുള്ള തിക്കും തിരക്കുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് ക്യൂ സിസ്റ്റം ആയാലും, പിന്നെന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളായി കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് ഭക്തർക്കൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയിട്ട് തൊഴുത് ദർശനമൊക്കെ വാങ്ങി വരാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഭണ്ഡാരം എഴുന്നള്ളിപ്പ് വരാൻ വേണ്ടിയിട്ട് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക കൂടി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകൃതിയായിട്ട് പണി നടക്കുകയാണ്. ഇനിയിപ്പോൾ തിരുവഞ്ചിറയിലാണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ക്ലോക്ക് റൂം അവിടെ ഇവിടെ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വില വെടുപ്പുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ചെരുപ്പുകൾ, അതുപോലെ തന്നെ ബാഗുകൾ, അന്യ സംസ്ഥാനത്തു നിന്നും ഒക്കെ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഇതുമില്ല. എല്ലാവരും നല്ല രീതിയിൽ, അതായത് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലോ എവിടെയും നിക്ഷേപിക്കാൻ പാടില്ല. അത് കൃത്യമായിട്ട് എല്ലാവരും നോക്കണം. കാരണം എല്ലാവരുടെയും ഒരു വിശ്വാസം എന്താ വെച്ചാൽ ഇതങ്ങ് ഊരി കളയണം എന്നാണ്. ഒരിക്കലും അത് കളയരുത്. കാരണം നമ്മുടെ പുഴ അത് മലിനമാക്കരുത്. കാരണം നമ്മുടെയൊക്കെ ഒരുപാട് പേര് ജീവിക്കുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ആ ഒരു പുഴയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടാണ്. ആൾക്കാർ ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും ഇതുപോലെയൊന്നും അല്ല. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനക്കൂട്ടം തന്നെ ആയിരിക്കും. ഏതായാലും നമ്മളിപ്പോഴും പോകുന്നത് ദക്ഷൻ്റെ യാഗം നടന്ന ആ ഒരു തിരുവഞ്ചിറ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയും പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരുപാട് പർണശാലകളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോരോ കുടുംബക്കാരുടേതാണ്. ആ കുടുംബക്കാരുടെ പർണശാലകളാണ് അവിടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും അങ്ങോട്ട് നടന്ന് ഒരുപാട് ആൾക്കാരുണ്ട് നടക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചെരുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചെരുപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ അയച്ചു വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഇന്ന സ്ഥലത്ത് മാത്രമേ ചെരുപ്പൊക്കെ അയച്ചു വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെയും ഒരു ചിറയുണ്ട്. ആ ചിറ എല്ലാവരും മുറിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊന്നും അല്ല, ഈ ചിറ കണ്ടിട്ട് ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ, ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നാരും കരുതരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുള്ള ഒരു പുഴ തന്നെയാണ്. അതായത് നമ്മൾ ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ പോകാമെന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കെട്ടിയൊരു പാലമാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയൊരു പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പാലത്തിന്റെ മുകളിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പുഴ കടക്കാതെ അക്കരെ എത്താം. അതായത് തിരുവഞ്ചിറ യാഗം നടന്ന യാഗഭൂമിയിലേക്കുള്ള ആ ഒരു ഇത് അവിടത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഉള്ള സബ്സ്ക്രൈബ് ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊട്ടിയൂർ ഉത്സവത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ കാര്യങ്ങളും, അതായത് ഇതിനകത്ത് പിന്നെ വേറെ എന്താ എഡിറ്റിങ്ങോ മായജാലോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ലൈവായിട്ട്, അതായത് ഇതുപോലെ വീഡിയോ ആയിട്ട് കാണിച്ചു തരും. ലൈവ് വീഡിയോ പോലെ തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ വെള്ളമൊന്നും നിറഞ്ഞില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകും. ആ വെള്ളത്തിലൂടെയൊക്കെയാണ് നമുക്ക് ദർശനം വാങ്ങിക്കാൻ പോകേണ്ടത്. പിന്നെ ഇവിടെ ക്യൂ സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ അങ്ങ് ക്യൂ ഉണ്ടാവും. ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ക്യൂ ഉണ്ടാവും അവിടെ. അപ്പോൾ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഭക്തജനങ്ങളൊക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് വരുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ വന്നിട്ട് അവിടെ തമ്പടിക്കും. നമ്മളെപ്പോലെ ഒന്നല്ല, ആ കൃത്യസമയത്തൊന്നും വരുന്നതല്ല. പിന്നെ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം കേട്ടോ. അതുകൊണ്ടാണ് സ്ത്രീകളൊന്നും കാണാത്തത്. അവർക്ക് ആ ഒരു 31 മുതലാണെന്ന് 30 മുതലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നെയ്യാട്ടം തുടങ്ങി കഴിഞ്ഞാലാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു വരി നിൽക്കേണ്ട സ്ഥലമാണ്. ഇവിടെയൊക്കെ ആയിരിക്കും വരി നിൽക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ആ ഒരു യാഗഭൂമിയിലേക്ക് പ്രവേശിക്കാൻ, അതിൻ്റെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഒരു യാഗഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു വൈകാരികതമായ അല്ലെങ്കിൽ എന്തോ ഒരു നമുക്കൊരു മനസ്സിനൊരു കുളിർമ തോന്നുന്ന ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഈ കൊട്ടിയൂർ. പിന്നെന്ന് പറഞ്ഞാൽ വനത്തിൻ്റെ നടുക്ക് ഈ ഒരു കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് ഉള്ള പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെയും വനംവകുപ്പിൻ്റെയും കീഴിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ഇതാണ് യാഗഭൂമി. അതായത് എല്ലാവരും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയ വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ കുറച്ച് മുന്നേ തന്നെ റെഡി ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. ഇതാണ് ആ പർണശാല. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കുടുംബങ്ങളുടെ പർണശാലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുവരിക. എന്നിട്ട് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇനി വരാനുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൊട്ടിയൂരെ പറ്റി അറിയാനോ പിന്നെ നിങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെടുക. ചുറ്റമ്പലത്തിൻ്റെ മറ്റുള്ള ചാനലുകളിലും ഇതുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ചാനലുകളിൽ എല്ലാം കൃത്യമായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ഇപ്പോഴും ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ വന്നത്. കാരണം ആരുമില്ലാത്തപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് പകർത്തണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു എന്ന്, അതെനിക്ക് ഭംഗിയായിട്ട് ചിത്രീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് തിരുവഞ്ചിറയുടെ ആ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി വലിയ ഭക്തിയോട് കൂടിയിട്ട്, വലിയ ഭക്തിയാവാൻ നമുക്ക് മനസ്സിൻ്റെ ഒരു കുളിർമയോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇവിടെ എത്തിയിട്ട് ആ ഒരു യാഗഭൂമിയും കാര്യങ്ങളും പിന്നെ മുതിരേരി വാളും അതുപോലെ തന്നെ ഭണ്ഡാരങ്ങൾ കൊണ്ടുവരുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയൊരു എന്താ പറയുക മനസ്സിന് തന്നെ ഒരു ശാന്തത ഉള്ള അല്ലെങ്കിൽ ഭക്തി നിർഭയമായ ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും കൊട്ടിയൂരിലേക്ക് വരിക, വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുക. തെക്കിലും തിരക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം വരാൻ. കാരണം വെച്ചാൽ മഴയുണ്ടാകും, വഴുക്കലുണ്ടാകും, അതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്നൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപകടത്തിലൊന്നും പെടാതെ വളരെയധികം സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് പർണശാല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വേണ്ട കുടകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴും വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉത്സവവും കാര്യങ്ങളൊക്കെ കണ്ടുവരിക. നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ കൂടി നിങ്ങൾ കണ്ടോ. ഇതിൽ ഓരോ പർണശാലകളാണ് ഈ കാണുന്നതൊക്കെ, ഓരോരോ തറവാട്ടുകാരുടെ അവർക്കുള്ള അധികാരങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പർണശാലകളുണ്ട്. അതൊക്കെ അതിൻ്റെ മുന്നിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കുടുംബങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മരമായിരുന്നു. ഇപ്പം ചെറിയ ഒരു മരം മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പർണശാലയും കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നതിന് പോലും എന്ന് പറഞ്ഞാൽ അവിടെ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണിത് ഒരുങ്ങുന്നത് തന്നെ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവിടെ തകൃതമായിട്ട്, അതായത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ തിക്ക് തിരക്കുകൾ നിയന്ത്രിക്കാനുള്ള ഒരു സംഭവങ്ങളും ഒക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സായുധ സേനകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരൊക്കെ നിയന്ത്രിക്കാനും കാര്യത്തിനൊക്കെ ഉണ്ടാകും. ഇതാണ് പർണശാലകളുടെ, ഇതൊരു കുറേ പർണശാലകളാണ്, ഓരോരോ കുടുംബത്തിൻ്റെയാണ്. അവരവിടെ ഉത്സവം കഴിയുന്നത് വരെ അവിടെ ഉണ്ടാകും. അവരുടെ കുടുംബത്തിൻ്റെ പേരാണ് ആ ഒരു കാണുന്നത്, ഓരോരോ സ്ഥലത്ത് കാണുന്നത്. ആ കുടുംബത്തിൻ്റെ പേരൊക്കെ കുത്തിവെച്ചു. അപ്പോൾ ഈ തിരുവഞ്ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ഭക്തിഗാനങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. തിരുവഞ്ചിറയിലെ കൊട്ടിയൂരിലെ അമ്മ തിരുവഞ്ചിറയിൽ കുളിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് വരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ.
ഉണ്ടോ